ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ മാത്സിലെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കൂട്ടുകൂടാം എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പാഠഭാഗങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരെ യൂണിറ്റിലേക്ക് കടന്നാലോ? റെഡിയാണോ? 4ാമത്തെ യൂണിറ്റ് എന്താണ് പേര്? കൂട്ടുകൂടാം എന്ന യൂണിറ്റാണ് പഠിക്കാനുള്ളത്. ഗവൺമെൻറ് LP സ്കൂൾ മുത്തനിയിലെ ഗണിതോത്സവത്തിലേക്ക് സ്വാഗതം എന്നാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗം നോക്കാം. നല്ല ഭംഗിയുള്ള ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. ഗണിതോത്സവമാണ് നടക്കുന്നത്. കൂട്ടുകാരെ, എല്ലാ സ്റ്റാളും കണ്ടുപോകണേ എന്ന് പറയുന്നുണ്ട്. ബിബിയും കൂട്ടുകാരും ഗണിതോത്സവത്തിന് എത്തിയല്ലോ. സ്റ്റാൾ 1 കൂട്ടി നോക്കൂ, നിറം കൊടുക്കൂ എന്നതാണ് നമ്മുടെ 1ാമത്തെ പ്രവർത്തനം. പെട്ടിയിൽ നിന്ന് 2 കാർഡ് എടുക്കൂ, തുക കണക്കാക്കൂ, പൂവിന് നിറം കൊടുക്കൂ. അപ്പോൾ ഇവിടെ കണക്കാക്കേണ്ട തുക തന്നിട്ടുണ്ട്. ഈ തുക കണക്കാക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഫ്ലവറിലെ ഓരോ സംഖ്യക്കും നിറം കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഓരോന്നായിട്ട് നോക്കാം. 1ാമത് നമുക്ക് തന്നിട്ടുള്ളത് 70 ആണല്ലേ. 1ാമത്തേത് 70 ആണ്. ഈ 70 കിട്ടണമെങ്കിൽ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ നമുക്ക് കൂട്ടണം? നമുക്ക് 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 70 കിട്ടും. ഒന്ന് 30, മറ്റൊന്ന് 40. ഓക്കെ, അഥവാ 30 + 40 എത്രയാണ്? 0 0 0. 3 കഴിഞ്ഞാൽ 4 5 6 7 70. കറക്റ്റ് ഉത്തരം കിട്ടി അല്ലേ. അപ്പോൾ 70 ഉത്തരം കിട്ടി. അടുത്തതായിട്ട് നമുക്കൊന്ന് കിട്ടേണ്ടത് 60 ആണ്. 60 ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് 30ഉം 30ഉം കൂടെ കൂട്ടി നോക്കിയാൽ മതി. ഓക്കെ, 30 + 30 0 0 3 3 6. അപ്പോൾ 60 എന്ന് ഉത്തരം കിട്ടി. ഇനി അടുത്തത് 40 ആണ് കിട്ടേണ്ടത്. 40 കിട്ടണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് 20ഉം 20ഉം കൂടെ കൂട്ടി നോക്കിയാൽ മതി. ഓക്കെ, 20 + 20 40. ഇനി അടുത്തത് 65 കിട്ടണം. 65 കിട്ടണമെങ്കിൽ ഏതൊക്കെ 2 സംഖ്യകൾ നമുക്ക് എടുക്കണം? ഒന്ന് നമുക്ക് 30 എടുക്കാം. ഓക്കെ, 30ഉം 35ഉം കൂടെ എടുത്താൽ മതി. 30 + 35. 5 3 3 6 65. അടുത്തത് 45 ആണ് ഉത്തരം കിട്ടേണ്ടത്. അതിന് നമുക്ക് 20 + 25. 20 + 25 ചെയ്ത് നോക്കുമ്പോൾ 5 2 2 4 45. അപ്പോൾ നമുക്കിതിൻ്റെ എല്ലാത്തിൻ്റെയും ഉത്തരം നമുക്ക് കിട്ടി ഇല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇതിലെ എല്ലാ സംഖ്യയും നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കളറ് നിങ്ങൾക്ക് ഇവിടെ ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇത്രയുമാണ് ഈ 1ാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. 2ാമത്തെ പേജ് ജോഡിയാക്കാം എന്നുള്ളതാണ് 2ാമത്തെ പ്രവർത്തനം. പട്ടിക പൂർത്തിയാക്കാം. ഇവിടെ എന്താ ചെയ്യേണ്ടത്? 1 + 9 എന്ന് പറയുന്നത് 10 ആണെന്ന് തന്നിട്ടുണ്ട്. 1 + 9 10 ആണെന്ന് തന്നിട്ടുണ്ട്. അടുത്തത് 10 തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് അടുത്ത ജോഡിയായിട്ട് എങ്ങനെ എഴുതാം? നമുക്ക് 2 + 8 10 എന്ന് എഴുതാം. അടുത്തത് നമുക്ക് 3 + 7 10. അടുത്തത് 4 + 6 10. 5 + 5 10. ഇങ്ങനെ നമുക്ക് എഴുതാം. ഇനി അടുത്തത് ഉത്തരമായിട്ട് കിട്ടേണ്ടത് 100 ആണ്. 1 തന്നിട്ടുണ്ട്. 1ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് നമുക്ക് 100 കിട്ടുക? 100 കിട്ടണമെങ്കിൽ 99 അവിടെ കൂട്ടണം. അപ്പോഴാണ് നമുക്ക് 100 കിട്ടുകയുള്ളൂ. ഇനി അടുത്തത് 100 തന്നിട്ടുണ്ട്, 65ഉം തന്നിട്ടുണ്ട്. മറ്റേ അപ്പുറത്തുള്ളൊരു സംഖ്യ മിസ്സിംഗ് ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ചെയ്യേണ്ടത് 100 - 65 ചെയ്യണം. അപ്പോൾ നമുക്ക് 45 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 45 ആണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചാൽ മതി. അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഇവിടെയും 100ഉം 60ഉം തന്നിട്ടുണ്ട്. ഒരു നമ്പർ, ഇവിടുത്തെ നമ്പർ മിസ്സിംഗ് ആണ്. അപ്പോൾ നമ്മൾ 100 - 60 ചെയ്യണം. നമുക്ക് 40 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഉത്തരം 40. അടുത്തത് നോക്കൂ, 70 + 100 അല്ലേ. 70 അവിടെ എന്താണ്? 70ഉം പിന്നെ 100ഉം ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത് വലിയ സംഖ്യയായ 100 എടുക്കുക, അതിൽ നിന്നും 70 കുറക്കുക. അപ്പോൾ ഉത്തരം 30 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഉത്തരം 30. അടുത്തത് 45ഉം 100ഉം ആണ് തന്നിട്ടുള്ളത്. അവിടെയും നമ്മൾ സെയിം ചെയ്യുക. 100 - 45. എത്രയാണ് ഉത്തരം കിട്ടുന്നത്? എത്രയാണ് കൂട്ടുകാർ പറയൂ, ഒന്ന് കുറച്ച് നോക്കൂ. എത്രയാണ്? 55. കറക്റ്റ്, 55 എന്ന് ഉത്തരം നമുക്ക് കിട്ടും. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയാണ് ഇത് നിങ്ങൾ പൂർത്തിയാക്കേണ്ടത്. ഇത്തരത്തിലുള്ള കണക്ക് തരുമ്പോൾ നിങ്ങൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഉത്തരം കിട്ടും. ഓക്കെ, ഇവിടെ ഇവിടെ 45 അല്ല 35. ഓക്കെ, 35 വരേണ്ടത്. തെറ്റ് എഴുതിയതാണ്. 45 അല്ല 35. കൂട്ടുകാർ കുറച്ച് നോക്കണേ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. 100 തുകയായി വരുന്ന ജോഡികൾ ഇനിയും ഉണ്ടല്ലോ, കണ്ടുപിടിക്കൂ. 100 തുകയായി വരുന്ന ജോഡികൾ എന്ന് പറയുന്നത് ഒന്ന് സിമ്പിളായിട്ട് എഴുതാം. 50 + 50 = 100. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ 90 + 10 = 100. ഇനി അതല്ലെങ്കിൽ 80 + 20 = 100. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി 49 + 51 = 100. 48 + 52 = 100. 100 തുകയായി വരുന്ന എല്ലാ ജോഡികളും എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയില്ലേ? കഴിയും. കാരണം എന്താണ്? ഒന്ന് 50 കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് 49 കൊടുക്കുക, അപ്പോൾ ഇവിടെയും കുറക്കുക. പിന്നെ അടുത്തത് 48 കുറക്കുക, അപ്പോൾ ഇവിടെ 2 കുറക്കുക. അങ്ങനെ രണ്ട് സൈഡിലും ഓരോ സംഖ്യകൾ ഇവിടെ എത്രയാണ്, ഈ സൈഡിൽ എത്രയാണോ കുറക്കുന്നത് അതേപോലെ ഇവിടെയും കുറച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് എഴുതാവുന്നതാണ്. 2 എണ്ണമാണ് ഒരു ജോഡി. 100 സംഖ്യയായി വരുന്ന ഒരു ജോഡി സംഖ്യകളാണല്ലോ 80ഉം 20ഉം നമ്മളിവിടെ എഴുതിയല്ലേ. ഇനി 100 തുകയായി വരുന്ന എല്ലാ ജോഡികളും തമ്മിൽ ചേർത്ത് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 49, 51 തന്നിട്ടുണ്ട്, 48, 52 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് വരക്കാം? 47ഉം 53ഉം കൂടെ വരക്കാം. ഇനി 46ഉം 54ഉം കൂടെ വരക്കാം. 45ഉം 55ഉം കൂടെ വരക്കാം. 44ഉം 56ഉം 43ഉം 57ഉം അതുപോലെ 42ഉം 58ഉം 40ഉം 59ഉം ഇങ്ങനെയും നമുക്ക് വരക്കാം. ഓക്കെ, ഇനി അടുത്തത് 1000ൻ്റെ ജോഡികൾ 50 + 950 എന്ന് പറയുന്നത് 1000 ആണ്. ഇനി 150 + 850 എത്രയാണ്? 150 + 850. കൂട്ടുകാർ നോക്കൂ, 0 0 5 5 10, ബാക്കി 1, ആ 1 ഇവിടെ ഇടുക. അപ്പോൾ ഇവിടെ 2 ആവും, 2ഉം 8ഉം 1000. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 1000. ഇനി ഇവിടെ 1000 തന്നിട്ടുണ്ട്, 250ഉം തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുള്ള കേസിൽ നമ്മൾ പറഞ്ഞു എന്താ ചെയ്യേണ്ടത്? വലിയ സംഖ്യയായ 1000ൽ നിന്ന് ചെറിയ സംഖ്യയായ 250 കുറക്കുക. അപ്പോൾ ഉത്തരം 750 നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് 750. അങ്ങനെ തന്നെ ഇവിടെയും കുറക്കാം. ഓക്കെ, ഇവിടെയും 1000ൽ നിന്ന് 650 നിങ്ങൾ കുറച്ച് നോക്കണം. കൂട്ടുകാരൊന്ന് കുറച്ച് നോക്കൂ. 1000ൽ നിന്ന് 650 കുറയ്ക്കേണ്ടത്. എത്രയാണ് ഉത്തരം കിട്ടുന്നത്? എത്രയാണ്? 350 അല്ലേ? 350 ഉത്തരം കിട്ടും. അതുപോലെ തന്നെ 1000ൽ നിന്ന് അടുത്തത് നമ്മൾ കുറയ്ക്കേണ്ടത് 450. അപ്പോൾ ഉത്തരം കിട്ടുന്നത് എത്രയാണ്? 550 എന്നും ഉത്തരം കിട്ടും. കൂട്ടുകാർ ഇതൊക്കെ ചെയ്തു നോക്കണേ. ഇതേപോലെയാണ് നിങ്ങൾ ചെയ്തു നോക്കേണ്ടത്. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചാൽ മാത്രം മതി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. അടുത്ത പേജ് സ്റ്റാൾ 2 ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. രണ്ടാമത്തെ സ്റ്റാളിലേക്ക് നമ്മൾ എത്തി. ഒന്നാമത്തെ സ്റ്റാളിൽ നിന്ന് നമ്മൾ പോന്നു. ഇനി നമ്മൾ പോവാനുള്ളത് രണ്ടാമത്തെ സ്റ്റാളിലേക്കാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റാളിൽ കർച്ചീഫ്, ചുരിദാർ, ടീഷർട്ട്, ഷർട്ട്, സാരി, പാവാട, ബെഡ്ഷീറ്റ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. 500 രൂപയുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ 2 വസ്ത്രങ്ങൾ വാങ്ങാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 500 രൂപയാണുള്ളത് അല്ലേ? ടോട്ടൽ 500 രൂപയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വാങ്ങാൻ കഴിയും? നമുക്ക് നോക്കാം. നമുക്ക് സിമ്പിളായിട്ട് ഒരു ടീഷർട്ട് അല്ലേ, ഒരു ടീഷർട്ട് വാങ്ങാം. അപ്പോൾ ടീഷർട്ടിന് എത്രയാണ്? 300 രൂപയായി. ഇനി അടുത്തത് ഒരു ഷർട്ടും വാങ്ങാം, അതിന് 200 രൂപയായി. അപ്പോൾ അവിടെ എന്താണ്? 500 കറക്റ്റായി. അപ്പോൾ കൂട്ടുകാർ ഇവിടെ എഴുതി കൊടുക്കേണ്ടത് എന്താണ്? ഇനം ടീഷർട്ട്. ഓക്കെ, ഇവിടെ ടീഷർട്ട് എന്ന് എഴുതി കൊടുക്കാം. ടീഷർട്ടിന് 300 രൂപ. ഒരു ഷർട്ടും വാങ്ങിച്ചു, ഷർട്ടിന് 200 രൂപ. ടോട്ടൽ എത്രയാണ്? 500 കറക്റ്റായി. ഇനി അടുത്തൊരു ഐറ്റം കൂടെ വാങ്ങിക്കണം. ബില്ല് 2 തന്നിട്ടുണ്ട്. ബില്ല് 2 പ്രകാരം നമുക്ക് എന്താ വാങ്ങിക്കുക എന്ന് നോക്കാം. ബില്ല് 2 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചുരിദാർ വാങ്ങിക്കാം അല്ലേ? ഒരു ചുരിദാറും വാങ്ങിക്കാം, ഒരു ബെഡ്ഷീറ്റും വാങ്ങിക്കാം. അപ്പോൾ എത്രയായി? ഒരു ചുരിദാറിന് 350 രൂപ, ഒരു ബെഡ്ഷീറ്റിന് 150 രൂപ. രണ്ടും കൂടെ പ്ലസ് ചെയ്യുക.
അപ്പോൾ ഇവിടെ 5 5 10, ബാക്കി 1, ആ 1 4, 4 1 5, അപ്പോഴും 500 ആയി. അപ്പോൾ രണ്ടാമത്തെ ബില്ല് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് എഴുതണം? ചുരിദാർ ഇവിടെ എഴുതി കൊടുക്കുക. ചുരിദാറിന് 350 രൂപ. അതുപോലെ ബെഡ്ഷീറ്റ് 150 രൂപ. ഓക്കെ, 150, രണ്ടും കൂടെ 500 കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെയാണ് കൂട്ടുകാരെ എഴുതേണ്ടത്. ഇനി സ്റ്റാൾ 3ലേക്ക് നമ്മൾ കടക്കുകയാണ്. അവിടെ സംഖ്യാ സൗന്ദര്യമാണ് തന്നിട്ടുള്ളത്. ഇവിടെ എന്താണ്? കുറച്ച് സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെ സംഖ്യകളാണ് തന്നിട്ടുള്ളത്? 1 3 2, ഈ 3 സംഖ്യകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ അക്കങ്ങൾ ഒരു തവണ ഉപയോഗിച്ച് എഴുതാവുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ സംഖ്യയോ? 2 സംഖ്യകളും കൂട്ടിയാൽ എത്ര? ഇത്രയുമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ആദ്യം ഇത് ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 3 2 ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ആദ്യം തന്നെ 132 അല്ലേ? അത് കഴിഞ്ഞാൽ നമുക്ക് 231. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം, എത്ര എഴുതാം? 321. പിന്നെ ഏതെങ്കിലും സംഖ്യകൾ എഴുതാൻ പറ്റുമോ? നമുക്ക് ഈ സംഖ്യകളാണല്ലോ എഴുതാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് 123 എഴുതാം. 123 എഴുതാം. അതുപോലെ തന്നെ 212 എഴുതാം. 213 എഴുതാം. അതുപോലെ വേറെ ഏത് സംഖ്യ എഴുതാൻ പറ്റുക? 321 നമ്മൾ എഴുതിയതാണല്ലേ. ഈ സംഖ്യകളൊക്കെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്ന സംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് ഏതായിരിക്കും? 321 ഇത് ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ. ഇതെങ്ങനെ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും? ഇതിലെ വലിയ വലിയ സംഖ്യകൾ തൊട്ടടുത്തായിട്ട് എഴുതിയാൽ മതി. ഇനി ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഇതിലെ ചെറിയ സംഖ്യകൾ ഒരുമിച്ച് എഴുതുക. ചെറിയ സംഖ്യ ഫസ്റ്റ് 1, പിന്നെ 2, പിന്നെ 3. ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 123. ഇനി ഇത് രണ്ടും കൂട്ടിയാൽ കിട്ടുന്നത് എത്രയാണെന്നാണ് താഴെ ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? അപ്പോൾ ഊഹം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനും ഇടയിലാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഊഹം തോന്നുന്നത് അത് എഴുതാം. ഇവിടെ കൂട്ടിയപ്പോൾ എനിക്ക് കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. ഇവിടെ കൂട്ടാൻ നമ്മൾ പറഞ്ഞു 123 പ്ലസ് 321. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുക. 4, ഇവിടെ 4. അപ്പോൾ എത്രയാണ് ഉത്തരം എന്ന് പറയുന്നത്? 444 ഇവിടെ ഈ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കൂ. 2 3 4 എന്നീ സംഖ്യകൾ ഉപയോഗിച്ചാലോ വലിയ സംഖ്യ എത്രയാണ്? നമ്മൾ പറഞ്ഞു എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിലെ വലിയ സംഖ്യകളൊക്കെ ഒരുമിച്ച് എഴുതുക. 4 3 2. ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 2 3 2 234. ഇതാണ് ചെറിയ സംഖ്യ എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 + 4 6, 3 3 6, 4 2 6, 666 എന്ന് ഉത്തരം കിട്ടും. ഇനി അടുത്തത് 3 4 5 ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 5 4 3. ഓക്കെ, വലിയ സംഖ്യകൾ അടുത്ത് എഴുതുക. ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 3 4 5, അഥവാ ഇതിൻ്റെ ഓപ്പോസിറ്റ്. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കൂ. 5 3 8, 4 4 8, 5 3 8. അപ്പോൾ 888 ഒന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ഇനി കിട്ടിയ തുകയിലെ അക്കങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായിരുന്നു പ്രത്യേകത? 3 അക്കങ്ങളും, അപ്പോൾ ഇവിടെ എഴുതാം 3 അക്കങ്ങളും ഒരേപോലെയാണ്. 3 അക്കങ്ങളും ഒരേ സംഖ്യയാണ് എന്നവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. ക്രിയ ചെയ്യാതെ ഉത്തരം എഴുതൂ, കണ്ടെത്തിയ രീതി പറയൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കിട്ടും? 310 + 230. ഇനി അടുത്തത് 317 + 230 എങ്ങനെ കിട്ടും നമുക്ക്? നമുക്കറിയാം ഇവിടെ 310ഉം ഇവിടെ 317ഉമാണ്. ഈ സംഖ്യ കറക്റ്റാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കാര്യം നോക്കാം. ഇതിലെ 100 100 കൂടെ ആദ്യം നമുക്ക് കൂട്ടുക. ഇവിടെ 317ഉം 230ഉം, ഇതിൽ 300ഉം 200ഉമാണ്. 200ഉം 300ഉം 500ആയി. പിന്നെ ഈ 530, പിന്നെ 17ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 500. എത്രയായി കൂട്ടുകാരെ? കൂട്ടി നോക്കൂ. 317, അതിൻ്റെ കൂടെ
30 കൂടെ കൂട്ടുക. അപ്പോൾ 547 എന്ന് നമുക്ക് കിട്ടും. 547. അടുത്തത് നോക്കൂ, 315 315ഉം അതിൻ്റെ കൂടെ 231 കൂട്ടേണ്ടത്. അപ്പോൾ അവിടെ 546 എന്ന് ഉത്തരം കിട്ടും. അടുത്തത് നോക്കൂ, 308ഉം അതിൻ്റെ കൂടെ 232 കൂട്ടേണ്ടത്. അപ്പോൾ 540 എന്ന് ഉത്തരം കിട്ടും. ഇനി ഇത് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇവിടെ എത്ര സംഖ്യയാണോ കുറയുന്നത് അതിനനുസരിച്ച് നമുക്ക് ആദ്യത്തെ സംഖ്യയിൽ നിന്ന് കുറച്ചാൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് 100ഉം 10ഉം 1ഉം കൂടെ സെപ്പറേറ്റ് ഓരോന്ന് വേറെ വേറെ രീതിയിൽ കൂട്ടി നോക്കിയാൽ നമുക്ക് ഉത്തരം പെട്ടെന്ന് തന്നെ കിട്ടും. ഇനി സ്റ്റോൾ 4ലേക്ക് കടക്കാം. കൂട്ടുകൂടാം, കളിക്കാം. സ്വാഗതം, വന്നവർക്കെല്ലാം സമ്മാന പൊതിയുണ്ട്. ഹായ്, കളി നോട്ടുകൾ എന്നാണ് പറയുന്നത്. ബിബിക്കും ജെബിക്കും കിട്ടിയ നോട്ടുകളാണ് താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത് എന്ന്. അപ്പോൾ ഇവിടെ നോട്ടുകൾ 200ൻ്റെ നോട്ടാണ് കിട്ടിയിട്ടുള്ളത്. 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. നോട്ടോ നാണയമോ, അത് എത്ര എണ്ണം കിട്ടിയിട്ടുള്ളത്? 2 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തുക എന്ന് പറയുന്നത് എത്രയാണ്? 400 ആണ്. ഓക്കെ, ഇനി അതിൽ ജെബിക്കൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, ഇനി 100 കിട്ടിയിട്ടുണ്ട്. ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? ജെബിക്കാണ് 2 എണ്ണം. അപ്പോൾ എത്രയാണത്? 100 + 100 200. ഇനി 50ൻ്റെയാണ് കിട്ടിയിട്ടുള്ളത്. ബിബിക്കാണ് 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. 50 + 50 + 50 + 50 എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ ഉത്തരം? 200 ആണ് വരുന്നത്. 200. ഇനി 20 കിട്ടിയിട്ടുള്ളത്. 3 എണ്ണമാണ്, അത് 60 ആയിട്ട് വരും. ഇനി 10 എണ്ണമാണ് ബിബിക്കാണ് കിട്ടിയിട്ടുള്ളത്. എത്രയാണ്? 4. അപ്പോൾ അത് 40 എന്ന് വരും. അത് ജെബിക്ക് കിട്ടിയിട്ടുള്ളത് 5 എണ്ണം. അപ്പോൾ അത് 50 എന്നും വരും. ഇനി 5ൻ്റെ നോട്ടുകളാണ് ജെബിക്ക് കിട്ടിയിട്ടുള്ളത് 2 എണ്ണം. അഥവാ 5ൻ്റെ നോട്ട് 2 എണ്ണം എന്ന് പറഞ്ഞാൽ അവിടെ 10. ഇവിടെ ആകെ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 400ഉം 200ഉം 600. 600ഉം 660. 660ഉം 40ഉം എത്രയാണ്? 660ഉം 40ഉം 700. ഇനി നോക്കൂ, 200 ഉണ്ട്, 50 ഉണ്ട്, 10 ഉണ്ട്. 200ഉം 50ഉം 250. പിന്നെ ഒരു 10ഉമാണ്. അപ്പോൾ എത്രയാണത്? 260. ഇതാണ് ജെബിക്ക് കിട്ടിയ തുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇനി ബിബിക്ക് കിട്ടിയത് എത്ര, ജെബിക്ക് കിട്ടിയത് എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. ബിബിക്ക് കിട്ടിയത് എത്രയാണ് നമ്മൾ പറഞ്ഞത്? 700 ആണെന്ന് പറഞ്ഞു. ജെബിക്ക് കിട്ടിയത് 260 ആണെന്നും പറഞ്ഞു. ഇനി ഇത് രണ്ടും കൂടെ ആകെ എത്രയാണ്? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 960 എന്ന് ഉത്തരം കിട്ടും. ഇനി 1000 ആകുവാൻ ഇനി എത്രയാണ് വേണ്ടത്? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 1000 - 960 നമുക്ക് 40 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇനി 40 രൂപ കൂടെ വേണം. ഇനി നിങ്ങളും കളിക്കൂ, പട്ടികപ്പെടുത്തി തുക കണക്കാക്കൂ, നോട്ട് ബുക്കിൽ ചെയ്യണേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നോട്ട് ബുക്കിൽ കൂട്ടുകാരും ഇതുപോലെ കളി ചെയ്തു നോക്കുക. ഇനി 2 പേരുടെയും കൂടി തുക 1000 ആകുവാൻ 50 രൂപ വരെ സ്റ്റാളിൽ നിന്നും കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 50 രൂപ വരെ കിട്ടുമല്ലേ? അപ്പോൾ 50 രൂപ വേണ്ട, 40 രൂപ മാത്രമേ അവർക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇനി സ്റ്റാൾ 5 കളിക്കാം രസിക്കാം എന്നതാണ് അടുത്ത പ്രവർത്തനം. ഇവിടെ എന്താണ്? ആദ്യ തവണ ടോക്കൺ എറിഞ്ഞപ്പോൾ ബിബിക്കും ജെബിക്കും ഒരേ സംഖ്യകളാണ് കിട്ടിയത്. 2 പേരും ഉത്തരം കണ്ടുപിടിച്ച രീതി നോക്കൂ. കിട്ടിയ സംഖ്യകളാണ് 237, 146 അവർക്ക് കിട്ടിയിട്ടുള്ളത്. അതെങ്ങനെയാണ്? അവർ 200 പ്ലസ് എങ്ങനെയാണെന്ന് അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ 237, 146 കൂടെ 383 രൂപ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കൂ. ഇവിടെ 100കൾ എത്രയാണുള്ളത്? ഇവിടെ 100 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് കൂട്ടേണ്ടത്? ഇവിടെ 237 എന്ന് പറയുന്നതിൽ 200 ആണ് 100, 37 30 10, 7 എന്ന് പറയുന്നതാണ് ഒന്നുകൾ. ഇനി 146 ഇങ്ങനെ എഴുതുക. ഇനി അതിനുശേഷം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 7ഉം 6ഉം എത്രയാണ് നോക്കുക. അതിനുശേഷം ഇത് കൂടെ കൂട്ടി നോക്കിയിട്ടാണ് 383 എന്ന് കിട്ടുന്നത്. 7ഉം 6ഉം കൂട്ടിയപ്പോൾ 13 അവർക്ക് കിട്ടിയത്. 7ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 13 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഈ 3 മാത്രമേ താഴെ എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ 1 നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ആ 1 ഇവിടെ എഴുതിയിട്ടുള്ളത്. ആ 1 എന്നിട്ട് ഇതിൻ്റെ കൂടെ കൂട്ടണം. അഥവാ 3ഉം 4ഉം 7, 7ഉം 1ഉം 8. അങ്ങനെയാണ് ഇവിടെ 8 കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ 2ഉം 3ഉം 3. അങ്ങനെ ടോട്ടൽ 383 എന്ന് കറക്റ്റായിട്ട് കിട്ടും. ഇനി
അടുത്ത നോക്കൂ, 237നോട് 146 കൂട്ടിയപ്പോൾ 383 കിട്ടും. 236നോട് 148 കൂട്ടിയാൽ എത്ര കിട്ടും? മനക്കണക്കായി പറയൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ കൂട്ടുകാർ, 236 ഇവിടെ 237. അപ്പോൾ ഇവിടെ 1 കുറഞ്ഞിട്ടുള്ളത് അല്ലേ? 1 കുറഞ്ഞു, പക്ഷേ ഇവിടെ 2 കൂടി. അപ്പോൾ എന്താണ് സംഭവിക്കുക അവിടെ? അപ്പോൾ അവിടെ എത്രയായിരിക്കും ഉത്തരമായിട്ട് കിട്ടുന്നത്? നമ്മൾ 1 കൂടെ കൂട്ടിയാൽ മതി അല്ലേ? അഥവാ നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത് 384 എന്ന് ഉത്തരം കിട്ടും. 384. ഇത് മണക്കണക്കായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കൂട്ടാൻ പറ്റും. കാരണം ഇവിടെ 1 കുറഞ്ഞു, അവിടെ 1 കൂടുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു സംഖ്യ മാത്രം ഉത്തരത്തിൻ്റെ കൂടെ കൂട്ടി നോക്കിയാൽ മതി. ഇനി മിൻഹക്ക് കിട്ടിയ സംഖ്യകൾ 536, 325 എന്നിവയാണ്. തുക കണക്കാക്കിയത് നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് മിൻഹ കണക്കാക്കിയത്? 536നെ 100, 10 ഒറ്റ അല്ലേ, ഒന്നുകൾ, ഇത് 3 സെപ്പറേറ്റ് എഴുതി, എന്നിട്ട് അത് 3 കൂടെ കൂട്ടുകയാണ് ചെയ്തത്. പക്ഷേ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഇതുപോലെ ചെയ്യാം. 536 ഇവിടെ ഒന്നും കൂടെ ചെയ്ത് കാണിച്ചു തരാം. 536 + 300. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ 6 ഇവിടെ എടുത്തെഴുതുക, ഈ 3 എടുത്തെഴുതുക, അതിനുശേഷം 5, 3, 8. അപ്പോൾ 836 എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. എന്നിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ കൂടെ നമുക്ക് 20 കൂടെ ആഡ് ചെയ്യണം. ഈ 20 കൂടെ ഇവിടെ ഇടുക, എന്നിട്ട് ഈ 6 എടുത്ത് എഴുതുക, 3, 2, 5, ഈ 8 എഴുതുക. അപ്പം നമുക്ക് 856 എന്ന് ഉത്തരം കിട്ടും. അതിൻ്റെ കൂടെ വീണ്ടും 5 കൂടെ കൂട്ടുമ്പോഴാണ് 861 ഉത്തരമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കും ടോക്കൺ എറിഞ്ഞ് കളിക്കാം. ഒരാൾക്ക് 2 തവണ എറിയാം. ഓരോ തവണയും കിട്ടിയ സംഖ്യയുടെ തുക കണക്കാക്കുക. എനിക്ക് കിട്ടിയ സംഖ്യ, അപ്പോൾ ഇത് നിങ്ങൾ എറിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇവിടെ എഴുതുകയാണ് ഇവിടെ വേണ്ടത്. ഓക്കെ, ഇനി വമ്പനെ കണ്ടെത്തൂ എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ വമ്പനെ കണ്ടെത്തൂ എന്ന പ്രവർത്തനം മുതൽ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തന്നെ നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത് ആയി, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഈ പാഠം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇതുവരെയുള്ള എല്ലാ ഭാഗങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.